അനുമോൾ ഇപ്പോൾ പറയുന്നത് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അതായത് നന്ദനത്തിലെ നവ്യ നായരെ പോലെ ഇത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ക്യാമറകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് ആര്യൻ്റെയും ഗിസൈൻ്റെയും കിസ് സീനിനെ പറ്റി, അതായത് കിസ് സീൻ ആരോപണത്തെ പറ്റി അനുമോളുടെ പ്രതികരണം. ആര്യൻ അനുമോളെ അടിച്ചോ? ആക്ച്വലി അതിന് വലിയ സ്കോപ്പൊന്നുമില്ല ഗൈസ്. അവൻ അതിനുള്ള ധൈര്യമൊന്നുമില്ല. അപ്പോൾ അവൻ ചുമ്മാ പേടിപ്പിക്കാൻ പോയി അവിടെ പോയി നിന്നതേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. സോ അതിനുശേഷം നിവിനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചു ചേർത്തി എല്ലാവരും അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അനുമോൾ അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. സോ അനുമോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞു. സമ്മറി ഇത്രയേ ഉള്ളൂ. അനുമോൾ പലപ്പോഴും ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കിടക്കുമ്പോൾ. അപ്പോൾ അവർ തലമൂടി ഒരുപാട് അടുത്തായിരുന്നു കിടന്നിരുന്നത്. പലപ്പോഴും കൈകളും മറ്റും കാലുകളും മറ്റും അനങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ എക്സ്പെഷ്യലി അവർ കിസ് ചെയ്യുന്ന ഒരു ദിവസം ഞാൻ കണ്ടു. ഇതാണ് അനുമോളുടെ സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം ഓരോരുത്തരായിട്ട് വന്ന് പറയുമ്പോഴാണ് അനുമോൾക്ക് അമ്മളി പറ്റിയെന്ന് മനസ്സിലാവുന്നത്. എന്തെന്നാൽ ഈ വെളിയിൽ പോയേക്കുന്ന കാര്യങ്ങളും അനുമോൾ പറഞ്ഞ ദിവസത്തിൻ്റെ ഡേറ്റ് തമ്മിലൊരു ക്ലാഷ് ഉണ്ടായിരുന്നു. സോ അത് ആക്ച്വലി അനുമോൾ ഡെമോ കാണിക്കാൻ നേരത്ത് മസ്താനിയും കൂടെ വിളിച്ചു. മസ്താനി കണ്ടിട്ടുണ്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ മസ്താനിയും കൂടെ വിളിച്ചിട്ട് മസ്താനി എന്താ കണ്ട അതിനനുസരിച്ച് അനുമോൾക്ക് ഡെവലപ്പ് ചെയ്യാനായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കിനും ഡേറ്റ് മാറിപ്പോയ ക്ലാഷ് കാരണം അവർക്ക് രണ്ടുപേർക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം ഇതിങ്ങനെ കാരണം അതിന് മുമ്പ് നമ്മുടെ ജിഷിനാന്ന് തോന്നുന്നു ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ഇടുന്ന കാര്യങ്ങളൊക്കെ കാണിച്ച ബാക്കിയുള്ളവർക്ക് അപ്പാനിക്കാണെങ്കിലും അക്ബറിനാണെങ്കിലും അതൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. സീരിയസ്ലി അത് നമുക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം എണ്ണിക്കുന്നവരെന്തുമായാലും ഡ്രസ്സ് പിടിച്ചിടും. അതിനകത്ത് ഈ പറയുന്ന പോലെ അത്രയ്ക്ക് കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം. അതായത് കാമക്കണ്ണുകളിലൂടെ നോക്കുന്നവർക്ക് കാമക്കണ്ണുകളിലൂടെ അത് ഒരു വൃത്തികേടായി തോന്നാം. പക്ഷെ അല്ലാത്ത പക്ഷെ അത് അങ്ങനെയല്ല. ഇത് ഒരുപാട് ട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന്. കാരണം ആര്യൻ്റെ തെമ്മാടിത്തരം കാരണം അവനെ ഒതുക്കാൻ വേണ്ടി കുറേ ട്രോളുകളുണ്ടായിരുന്നു. സോ അപ്പോൾ ആ ട്രോള് കണ്ടിട്ടുള്ളവരായിരിക്കും ഈ 5 പേര്. ആ 5 പേര് അനുമോൾ എന്താണോ പറയുന്നത് അതിൻ്റെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക. അനുമോൾക്ക് ആക്ച്വലി ഏറ്റവും വലിയ അപകടമാണ് ഈ 5 പേരുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. കാരണം 5 പേര് ചെല്ലുമ്പോഴത്തേനും അനുമോളുടെ ഗ്യാങ് വലുതായി. അപ്പോൾ അവിടെ ഒരു അനുമോൾക്ക് എന്തും പറയാമെന്നുള്ളൊരു ധൈര്യം അവിടെ വരിക. അപ്പം എന്തായാലും അനുമോളുടെ ഈ ഒരു പരിപാടി പാളിപ്പോയതിനെ തുടർന്ന് അനുമോൾ പിന്നെ അടുത്ത കാര്യങ്ങൾ ഇറക്കുന്നത് എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ കിസ് ചെയ്തത്. ആ സമയത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്കും ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടുമായിരുന്നു. അപ്പോൾ ക്യാമറ അവരെ ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ക്യാമറയിൽ ഇത് പതിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം അനുമോൾ തീർത്ത് പറയുന്നുണ്ട്. സോ ഇപ്പോൾ ഇത് ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുമ്പോഴത്തേന് ഈ സാധനം എന്തുവായാലും എടുത്തിടും. അപ്പോഴത്തേന് അനുമോൾ ഈ പറയുന്ന പോലെ ഞാൻ ഇവിടെ എല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ക്യാമറയിലൊന്നും പെട്ടിട്ടില്ല ഗായ്സ്. അപ്പോൾ ഈ ലാലേട്ടൻ വരുമ്പോഴും ഈ ലാലേട്ടൻ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫുട്ടേജ് കണ്ടിട്ടില്ലെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ ക്യാമറ അവിടെ നോക്കി ഈ ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ള രീതിയിൽ. സോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം. സോ എന്തു തന്നെ ആയാലും അനുമോളുടെ ആ ഒരു ആരോപണം ബേസ്ലെസ് ആണെന്നാണ് ഈ ഒരു ഫുൾ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്കും മനസ്സിലായത്. പിന്നെ ആര്യനെ അറിയാമല്ലോ, എന്താണെങ്കിലും ചീപ്പ് ഷോയാണ്. അപ്പോൾ അവൻ കാര്യത്തിന് കാണിച്ചാലും കാര്യത്തിനില്ലാത്തതിന് കാണിച്ചാലും അവന് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പരിഗണന കിട്ടത്തില്ലെന്നുള്ളത് കാര്യം ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് മനസ്സിലായി. പിന്നെ അപ്പാനിയുടെ ഡബിൾ സ്റ്റാൻഡ് ഗെയിം അത് പുള്ളിക്കാരനെയും പറയുന്ന പോലെ മേ ബി ഈ എന്താ പറയുക നോമിനേഷനിലുള്ളത് കൊണ്ടായിരിക്കാം കുറച്ച് അനുവിൻ്റെയും എല്ലാവരുടെയൊക്കെ കൂടെ നിന്ന് കളിക്കുക എന്നുള്ള രീതിയിലായിരിക്കാം പുള്ളിക്കാരൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒനിയിലും ഈ അക്ബറും സ്റ്റാൻഡ് ചെയ്തത് ഗിസേലിൻ്റെ കൂടെയാണ്. വന്ന 5 പേര്, അതായത് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസ് ഫുള്ളായിട്ട് സ്റ്റാൻഡ് ചെയ്തേക്കുന്ന അനുമോളുടെ കൂടെയാണ്. സോ അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്, കാരണം വൈൽഡ് കാർഡ് എൻട്രീസ് ഈ പറയുന്ന പോലെ വന്നിട്ട് എനിക്കറിയത്തില്ല അവർ ഏത് രീതിയിലാണ് ആ ഒരു സീൻ കണ്ടേക്കുന്നതെന്ന്. നമ്മൾ റിവ്യൂ ചെയ്യുന്നവരാണ്, അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ പ്രാവശ്യം. പക്ഷെ നമുക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ അവർക്ക് എന്തുകൊണ്ടത് ഫീൽ ചെയ്യുന്നതെന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ എന്തു തന്നെയാണെങ്കിലും ലാലേട്ടൻ്റെ എപ്പിസോഡിലായിരിക്കും ഇതിനൊരു തീരുമാനം ഉണ്ടാവുക.